ബിഗ് ബോസ് സീസൺ 7-ലെ എല്ലാവരും ഒരു ലോജിക്കുമില്ലാത്ത മണ്ടന്മാരാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. മിഡ് വീക്ക് എവിക്ഷൻ്റെ ഭാഗമായി ഇന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്കിൽ ഒരുപാട് ബഹളങ്ങളും രസകരമായ ഒരുപാട് മൊമെൻറ്റ്സും ഉണ്ടായിരുന്നു. ടാസ്ക് ഒരു സൈഡിൽ എല്ലാവർക്കും കാലിയായ ഒരു ഫ്രിഡ്ജ് നൽകി, മറു സൈഡിൽ ഒരുപാട് വസ്തുക്കൾ വെച്ചു. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വെച്ച് ഫ്രിഡ്ജ് നിറയ്ക്കുക എന്നതായിരുന്നു ടാസ്ക്. എന്നാൽ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി മത്സരിക്കാൻ നിൽക്കുന്ന എല്ലാവരും പോയി ഫ്രിഡ്ജിലേക്ക് ആവശ്യമുള്ളതും അനാവശ്യമുള്ളതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വെച്ചു. എല്ലാവരും ഫ്രിഡ്ജ് നിറയ്ക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി കയ്യിൽ കിട്ടിയ എല്ലാ സാധനങ്ങളും എടുത്ത് ഫ്രിഡ്ജിൽ നിറച്ചു. ടാസ്ക് അവസാനിച്ചപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തന്നത് ഫ്രിഡ്ജായിരുന്നു, അല്ലാതെ ഒരു കാലി പെട്ടിയായിരുന്നില്ല എന്ന്. മണ്ടന്മാരായ മത്സരാർത്ഥികൾ അപ്പോഴാണ് ആലോചിക്കുന്നത്, അവർ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് ടെഡ്ഡി ബിയർ, കംഫർട്ട്, പില്ലോസ്, സ്യൂട്ട് കേസ് വരെ എടുത്തുപോയ ആളുകളുണ്ട്. ബിഗ് ബോസ് പറഞ്ഞു, ഞാനൊന്നും എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ പില്ലോയും ടെഡ്ഡി ബിയറും കൊണ്ടുവെക്കാറില്ല എന്ന്. അല്പം ലോജിക്കെല്ലാം ഉപയോഗിക്കാമെന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോഴാണ് മറ്റു മത്സരാർത്ഥികൾ അത് ശ്രദ്ധിച്ചത്. എന്നാൽ അക്ബറും ഷാനവാസും അവർ ആദ്യം ഫ്രിഡ്ജിലേക്ക് വെക്കാവുന്ന മാക്സിമം സാധനങ്ങൾ എടുത്തതിന് ശേഷമാണ് മറ്റുള്ള വസ്തുക്കൾ എടുത്തത്. ടാസ്കിൽ അവർ വിൻ ചെയ്യുകയും ചെയ്തു. എല്ലാവരും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു മാറ്റുന്ന സാധനങ്ങൾ കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് ചിരി തന്നെ വരും. ടാസ്ക് മനസ്സിലാവാതെ എല്ലാവരും ഫ്രിഡ്ജ് എങ്ങനെയെങ്കിലും നിറയ്ക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഓരോ സാധനങ്ങൾ എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചത്. എന്നാൽ ബിഗ് ബോസ് എത്ര നല്ലൊരു ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അല്പം ബുദ്ധി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് സ്കോർ ചെയ്യാമായിരുന്നു. ചെടിച്ചട്ടി, ഫോണ്, ടെഡ്ഡി ബിയർ എന്നിവയാണ് ഇവരെല്ലാം ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചത്. ഇതിനിടയിൽ ബിഗ് ബോസിന്റെ കമന്ററി വന്നപ്പോഴാണ് സംഗതി കോമഡിയായത്. ഫ്രിഡ്ജിൽ വെക്കാവുന്ന സാധനങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മാറ്റാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും നഷ്ടമായത് പകുതിയിലേറെ സാധനങ്ങളായിരുന്നു. എന്നാൽ ഷാനവാസിനും അക്ബറിനും മാത്രമായിരുന്നു പോയിന്റ് ലീഡ് ചെയ്യാൻ പറ്റിയത്. കാരണം അവർ അധികവും ഫ്രൂട്ട്സ് ആയിരുന്നു എടുത്തിരുന്നത്. എന്തായാലും ഇന്നത്തെ ടാസ്ക് ഒരു കോമഡി ടാസ്ക് തന്നെയായിരുന്നു.